ഹായ് ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് നവോദയ ക്ലാസ് 9 എൻട്രൻസ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ എൻട്രൻസ് എക്സാമിൻ്റെ മാത്സിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് പഠിക്കാനുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ? I = PNR പെർസെൻറ്റേജ് അല്ലേ. അതിന് നമുക്ക് ഒരു രീതിയിലൂടെ എഴുതാം. I = PNR/100 അല്ലേ. എന്താ I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, P എന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇപ്പൊ നമ്മൾ അടുത്തുനിന്ന് ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുക, ഒരു 100 rupees ലോൺ എടുക്കുക എന്ന് വിചാരിക്കുക. ആ എടുക്കുന്ന തുക എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ കുറച്ച് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ഒരാളെ ഏൽപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വിചാരിക്കുക. അപ്പോൾ അതാണ് ആ ഒരു തുകയാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇനി N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര നാളത്തേക്കാണ് നമ്മൾ ആ തുക അവിടെ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നുണ്ട് എത്ര നാൾ? 3 വർഷത്തേക്കായിരിക്കും. അതായത് 3 വർഷത്തിനകം അടച്ചു തീർക്കുക എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ എത്ര വർഷത്തേക്കാണെന്നുള്ളതാണ് N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ. ഇനി R എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് പെർസെന്റ് അല്ലെ. റേറ്റ് പെർ സെന്റ്. സെന്റ് എന്ന് പറഞ്ഞാൽ 100 അല്ലെ. റേറ്റ് പെർസെന്റ് പെർ ആനം എന്നാണ് അതിനെ പറയുന്നത്. 6 എന്ന് വെച്ചാൽ ആനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം. ഒരു വർഷത്തില് സെന്റ് എന്ന് പറഞ്ഞാൽ 100 rupeesന് എത്ര രൂപയാണ് അവർ പലിശയായിട്ട് ഈടാക്കുന്നത്, അതാണ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. I = PNR/100. അതായത് ഈ R പെർസെൻറ്റേജിൻ്റെയാണ് 100 ഇട്ടേക്കുന്നത്. ഓക്കെ. I = PNR/100. ഇനി എമൗണ്ട് എന്താ? ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ഇപ്പോൾ 100 rupees ലോൺ എടുത്താൽ 3 വർഷത്തേക്ക് എടുത്തു. നമ്മൾ ആ 100 രൂപയാണോ നമ്മൾ തിരിച്ചടയ്ക്കുന്നത്? അല്ല, ആ 100 രൂപയും അടയ്ക്കണം, അതിൻ്റെ പലിശയും അടയ്ക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പ്രിൻസിപ്പിളും അടയ്ക്കണം, ആ തുകയ്ക്കുള്ള ഇൻട്രസ്റ്റും അടയ്ക്കണം. അതാണ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ഈ 2 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റ് I = PNR/100. പ്രിൻസിപ്പിൾ, നമ്പർ ഓഫ് ഇയേഴ്സ്, റേറ്റ്. ഇനി എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഫൈനൽ എമൗണ്ട്, നമ്മൾ എന്ത് തിരിച്ചടയ്ക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ദാറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഓൺ ₹15,000 at 5% per annum after 2 years. ഒരു 15,000 rupees അതേപോലെ 5% റേറ്റിലിട്ടു. ആഫ്റ്റർ 2 years കഴിയുമ്പോൾ നമുക്ക് എന്ത് ഇൻട്രസ്റ്റും അതേപോലെ തന്നെ പിന്നെ എന്താണ് എമൗണ്ടും കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. I = എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? PNR/100 അല്ലെ. P എത്രയാണ്? 15,000. സോ 15,000 into N എത്രയാണ്? 2 years. സോ 2 into റേറ്റ് 5/100. ക്ലിയർ അല്ലേ? 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ബാക്കി എന്തുണ്ട്? 150 into 5 into 2 10. ദാറ്റ് ഈസ് 1,500 rupees ആണ് ഇൻട്രസ്റ്റ് വന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ 1,000 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് എമൗണ്ട് കൂടെ കണ്ടുപിടിക്കണം അല്ലേ. സോ എമൗണ്ട് വിൽ ബി ഈക്വൽ ടു എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. നമ്മുടെ ആ ഒരു പ്രിൻസിപ്പിളും ഉണ്ട്, അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ എത്രയാണ്? 15,000 പ്ലസ് 1,500. ക്ലിയർ അല്ലേ? സോ 0 0 5 ആഡ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തേ 16,500 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഏത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി, 1,500 ഇൻട്രസ്റ്റും 16,500 എമൗണ്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ deposited ₹5,000 in a bank at 12% simple interest. Find the number of years taken to get an interest of ₹1,500. ഒരാൾ ഒരു ബാങ്കിൽ
5,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. റേറ്റ് എത്രയാണ്? 12%. അല്ലെ, തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്തോ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5,000. റേറ്റ് 12%. ദെൻ എന്താണ്? ടു ഗെറ്റ് എൻ ഇൻട്രസ്റ്റ് ഓഫ് റുപ്പീസ് 1,500. ഇൻട്രസ്റ്റ് 1,500 അല്ലെ, എങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഐയുടെ ഇക്വേഷൻ അത് തന്നെ എഴുതുക, അതിൽ നിന്ന് എന്നിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, സോ ഐ ഈക്വൽ ടു എന്താണ്? PNR/100. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്നിന്റെ ഇക്വേഷൻ ഇത് എഴുതാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ I/1 എന്നല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ I × 100 ഈക്വൽ ടു എന്ത് വരും? PNR. ഇനി എന്നിന്റെ ഇക്വേഷൻ എഴുതി. n എഴുതണമെങ്കിൽ ഈ PUR ഇവിടെ വന്ന് ഡിവിഷൻ ആകും അല്ലെ. സോ I × 100/P/R. ഇതാണ് നമ്പർ ഓഫ് ഇയേഴ്സിന്റെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് വാല്യൂ സെറ്റ് ആ പോരായോ? ഓക്കെ, ഐയുടെ വാല്യൂ എത്രയാണ്? 1500 × 100 ബൈ എത്ര? പി എത്രയാണ്? 5,000. 5,000 × R എത്രയാണ്? 12. ഓക്കെ, സോൾവ് ചെയ്തേ. എന്ത് ചെയ്യണം? നമ്മൾ കോമൺ ആയിട്ടുള്ളതും സീറോസും എല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, രണ്ട് സീറോയും ഇവിടുത്തെ 2 സീറോയും കട്ട് ചെയ്തു. ഇവിടെ 1 സീറോയും 1 സീറോയും കൂടെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഈ 5ഉം 15ഉം 150 കൂടെ കട്ട് ചെയ്തേ. എന്ത് വരും? 30 വരും അല്ലെ. 150 ÷ 5 ചെയ്ത് നോക്കുക, 30 വരും. ഇനി എന്താണ്? 30/12. നോക്കിയേ, ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം. 30 ÷ 12. നിങ്ങൾക്ക് അല്ലാതെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നോക്കിയേ ഇവിടെ 30 12 6ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇതെല്ലാം. 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഇവിടെ 5 വരും, ഇവിടെ 2 വരും. ദാറ്റ് ഈസ് 5/2 എന്ന് വെച്ചാൽ എത്രയാണ്? 2.5 ഇയർ. ക്ലിയർ അല്ലേ? 5 ÷ 2 എത്രയാണ്? 2.5 ഇയേഴ്സ്. ഓപ്ഷൻ എ 2.5 ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference of 13% per annum and 12% of a sum in 1 year is ₹110. Find the sum. ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലെ. അങ്ങനെ പറയുന്ന കേസൊക്കെ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. കോമ്പൗണ്ട് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ എടുത്തു പറയും. അതായത് ചില ക്വസ്റ്റ്യനിലൊക്കെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നും എടുത്ത് പറയാറുണ്ട്. ഇൻ കേസ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഇങ്ങനെ റേറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഒരു ടേം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ എടുത്താൽ മതി. ഓക്കെ, the difference of 13% per annum and 12% of a sum in 1 year is 110. അതായത് എങ്കിൽ സം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിനെയാണ് സം എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര തുകയാണ് ഇട്ടത്, ഏതോ ഒരു തുക ഒരാൾ ഒരു ബാങ്കിൽ ഇട്ടു, അതിന് 13% per annum, അതായത് റേറ്റ് 13 ആണെങ്കിൽ കിട്ടേണ്ട ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുകയും, അതേപോലെ തന്നെ 12% കഴിഞ്ഞ് കിട്ടുന്ന അതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാ പറയുന്നത്? 110 റുപ്പീസ് ആണെന്ന്. എങ്കിൽ സം എന്താണെന്ന്. അപ്പൊ എങ്ങനെ ചെയ്യാം? അത് സെയിം സമ്മാണ്, ഏതോ ഒരു സെയിം സമ്മ് രണ്ടിടത്ത് ഇടുമ്പോഴാണ്. അപ്പൊ നമ്മൾ പി എന്നുള്ളത് പ്രിൻസിപ്പിൾ ആണെന്ന് കരുതുന്നു. ആദ്യം 13% പെർ റേറ്റ്. ഇപ്പൊ നമുക്ക് R1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം 13% ആണ്. R2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 12% ആണെന്ന് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിലെ ഇൻട്രസ്റ്റ് എത്ര എന്ന് പറയാം? P × 13 × വർഷം എത്രയാണ്? 1 ഇയർ അല്ലെ. സോ 1/100. ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇനി സെക്കൻഡ് റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? P × 12 × 1/100 അല്ലെ. ഇത് ഇൻട്രസ്റ്റ് 2, ഇത് ഇൻട്രസ്റ്റ് 1. ഈ രണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 110 ആണെന്ന് അല്ലെ. സോ നമുക്ക് സോൾവ് ചെയ്താൽ പോരായോ? I1 - I2 അല്ലെ. പ്രിൻസിപ്പിൾ സെയിം ആയതുകൊണ്ട് തന്നെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കാന്ന് ഇൻട്രസ്റ്റുകൾക്ക് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ അല്ലെ. സോ I1 - I2 എന്ന് പറഞ്ഞത് 110 ആണ്. സോൾവ് ചെയ്യാം. P × 13/100 മൈനസ് P × 12/100 ഈക്വൽ ടു 110. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കോമൺ ഉണ്ടോ? ഉണ്ട്. P/100 കോമൺ എടുത്തുകൂടായോ? സോ P/100 കോമൺ എടുത്താൽ ഇതിൽ എന്തുകൊണ്ട് ബാക്കി? 13 അല്ലെ. 13 മൈനസ് ഇതിൽ എന്തുകൊണ്ട് ബാക്കി? 12. 13 - 12 ഈക്വൽ ടു 110. ഓക്കെ, സോൾവ് ചെയ്ത് 13 - 12 എന്താണ്? 1 ആണ് അല്ലെ. സോ P/100 × 1 ഈക്വൽ ടു 110. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. P = 110 × 100 എന്ത് വരും? 11,000 എന്ന് വരും പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി 11,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the simple interest on ₹1,500
increases by 30 when the time increases by 8 years. The rate percent per annum is. Clear ആണോ? എന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. 1500 rupees അതൊരു പ്രിൻസിപ്പിൾ ആണ്. ആ ഒരു പ്രിൻസിപ്പിളിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 30 ആയിട്ട് കൂടും. എപ്പോഴാ? വെൻ ദ ടൈം ഇൻക്രീസ് ബൈ 8 years. നമ്മളിപ്പോൾ ഒരു തുക ഒരു ബാങ്കിൽ ഇട്ടു. അപ്പൊ എത്രയോ വർഷത്തേക്കായിട്ട് അത് നമുക്ക് അറിയത്തില്ല. പറയുവാണ് 8 വർഷം കൂടെ കൂട്ടി, അതായത് ആദ്യം ഏതോ ഒരു വർഷം നമ്മൾ ഇട്ടു, അതിന്റെ കൂടെ 8 വർഷവും കൂടെ നമ്മൾ കൂട്ടി ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്ര കൂടുമായിരുന്നു? 30 rupees കൂടുമായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്ര വർഷത്തേക്കാണോ നമ്മൾ കൂട്ടിയിടുന്നത് അത്രയും വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് കൂടുന്നത്. ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലാണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചേ. പ്രിൻസിപ്പിൾ P100 എന്ന് അസ്യൂം ചെയ്യുക. റേറ്റ് 10% എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് കിട്ടും? I is equal to 100 into 10 into 1/100 അല്ലെ? കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 10 rupees ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അതായത് അപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് 10 rupees കിട്ടി. ഇനി 2 വർഷം കഴിയുമ്പോൾ എന്തോ ഇൻട്രസ്റ്റ് കിട്ടുന്നത്? I equal to 100 into 10 into 2/100 എന്ന് വരും. ദാറ്റ് ഈസ് 20 ആകും അല്ലെ? ദാറ്റ് ഈസ് 20 വന്നു. ഇനി n equal to 3 year ആണെങ്കിലോ ഇൻട്രസ്റ്റ് എന്ത് വരും? ഇവിടെ 3 വരും അല്ലെ? 100 into 10 into 3/100 എന്ന് വരും, 30 വരും. ക്ലിയർ അല്ലേ? എല്ലാ വർഷവും ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് 10 രൂപ, അതായത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 10 ആണെങ്കിൽ ആ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് 10 രൂപ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ? എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഒരു വർഷത്തിൽ നിന്ന് 2 വർഷത്തിലോട്ട് പോയപ്പോൾ ഓക്കെ, നമ്മൾ എഴുതിയത് ഒരു വർഷത്തെ അല്ലെ 1 ഇയറിലെ ഇൻട്രസ്റ്റ് നമ്മൾ 10 എന്ന് എഴുതിയായിരുന്നു. ഇനി 3 ഇയറിലെ ഇൻട്രസ്റ്റ് നമ്മൾ എത്ര എഴുതിയത്? 30 എന്ന് എഴുതിയായിരുന്നു അല്ലെ? എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എത്ര വർഷം കൂടി? 2 വർഷം കൂടിയപ്പോൾ ഇൻട്രസ്റ്റിൽ എത്ര വന്നത്? 20 രൂപ കൂടി. 20 എന്ന് വെച്ചാൽ എന്താ? ഇൻട്രസ്റ്റ് ഫോർ 2 ഇയർ ആണ്. ക്ലിയർ അല്ലേ? 2 വർഷം കൂടിയപ്പം 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കൂടിയേക്കുന്നത്. അപ്പൊ അതേപോലെ ചിന്തിച്ചാൽ മതി. എത്ര വർഷമാണോ കൂടുന്നത് അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് ആ കൂടിയ 30 എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ റേറ്റും ചോദിക്കാം. അതായത് ഇങ്ങനെ പറയും, ഇപ്പൊ നമ്മൾ 8% കൂട്ടിയിട്ടിരുന്നെങ്കിൽ 30 രൂപ കൂടുതൽ കിട്ടിയേനെ എന്ന് വെച്ചാൽ ആ 8% നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്, ആ പലിശയാണ് 30 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഇൻക്രീസ് ചെയ്ത വാല്യൂകളെല്ലാം I is equal to PNR-നകത്ത് ഇട്ടാൽ മതി. ക്ലിയർ അല്ലേ? ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഫോർ നമ്മുടെ അതേ സം 1500 ഫോർ 8 years, 8 വർഷത്തേക്ക് ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത്? 30 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് നമുക്ക് ഇടാം. സോ ഐയുടെ സ്ഥാനത്ത് 30 ഈക്വൽ ടു P എത്രയാണ്? 1500 ഇൻറ്റു n എത്ര? 8 അല്ലെ? 8 വർഷത്തേക്കുള്ളതാണ്. 8 ഇൻറ്റു R നമുക്ക് കണ്ടുപിടിക്കണം ബൈ 100. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് ആറിന്റെ ഇക്വേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ റേറ്റിൽ വയ്ക്കാം, ആറിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതേപോലെ എഴുതിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം I is equal to PNR by 100. ആറിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിയേ. എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ I into 100 then equal to PNR അല്ലെ? then R എങ്ങനെ എഴുതുന്നത്? R equal to I into 100 by P into N. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഫോർ 1500 ഫോർ 8 years എന്ന് പറയുന്നതാണ് 30 rupees അല്ലെ? അപ്പം വാല്യൂസ് ഇട്. ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 30 കൊടുക്കണം. 30 into 100 by P എത്ര? 1500 into N എത്ര? 8. സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. 0 കട്ട് ചെയ്തു. then 15ഉം 30, 15 into 2 അല്ലേ? 2 കട്ട് ചെയ്തു. ഇവിടെ 2 ഇവിടെ കട്ട് ചെയ്താൽ 4 ആയി. ദാറ്റ് ഈസ് റേറ്റ് ഈക്വൽ ടു 1/4% എന്ന് വരും അല്ലെ? 1/4 എന്ന് പറഞ്ഞാൽ 0.25% റേറ്റ്. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഡേറ്റ പഠിച്ചു വെച്ചോണം. എന്താണ്? ഇത്ര വർഷം കൂടി, അപ്പൊ അതിന്റെ റേറ്റ് ഇത്ര കൂടി എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ ആ പറയുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ റേറ്റ് കൂടി എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A sum was put at simple interest at a certain rate for 3 years. Had it been put at 4% higher rate, it would have fetched rupees 600 more. Find the sum. നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, നേരത്തെ വർഷം പറഞ്ഞു, ഇവിടെ റേറ്റ് പറയുന്നു. 4% റേറ്റ് കൂട്ടി ഇട്ടിരുന്നെങ്കിൽ 600 റുപ്പീസ് കൂടുതൽ കിട്ടിയേനെ അല്ലെ. എന്ന് വെച്ചാൽ എന്താ, ഏതോ ഒരു സം, ആ സമ്മിനുള്ള 4% റേറ്റ് ഇൻട്രസ്റ്റ് അല്ലെ, ഇൻട്രസ്റ്റ് 4% റേറ്റ് എന്ന് പറയുന്നതാണ് ഈ 600 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രിൻസിപ്പിൾ പി ആണ്. നമ്മുടെ ഇക്വേഷൻ I is equal to PNR/100. അതിൽ നിന്ന് പി യുടെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. I into 100 equal to PNR അല്ലെ. പി കണ്ടുപിടിക്കണമെങ്കിൽ ഈ NR ഇവിടെ വരും. I into 100 by N into R ആണ് പി എന്ന് പറയുന്നത്. സോൾവ് ചെയ്യാം. I എത്രയാണ്? 600. 600 into 100 by N എത്രയാണ്? 3 ഇയേഴ്സിലേക്കാണ് ഇട്ടേക്കുന്നത് അല്ലേ. സോ 3 into റേറ്റ് എത്രയാണ്? 4. സോൾവ് ചെയ്താൽ പോരായോ? കട്ട് ചെയ്തേ. 4ഉം 100 കൂടെ കട്ട് ചെയ്താൽ 25, 3ഉം 600 കട്ട് ചെയ്താൽ 200. That is 25 into 250, 5000 അല്ലേ. സോ പ്രിൻസിപ്പിൾ എന്ത് വരും? 5000. ഇവിടെ ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ഡി 5000 കേട്ടോ. ഓപ്ഷൻ ഡി 5000. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A certain sum of money amounts to rupees 550 in 3 years and rupees 650 in 4 years at simple interest. Find the sum. എന്നാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. പറയുന്നത് ഇങ്ങനെയാണ്. 3 ഇയേഴ്സ് കൊണ്ട് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര, ഒരു സം ഓഫ് മണി നമ്മൾ ഒരു തുക ഇട്ടാൽ അത് 550 ആകും അല്ലെ. 3 ഇയേഴ്സ് കൊണ്ട് അത് എത്ര ആകും? 550 റുപ്പീസ് ആകും. ഇനി പിന്നെ പറയുന്നത് എന്താ? 4 ഇയേഴ്സ് കൊണ്ട് എത്ര ആവും? 650 ആവും അല്ലെ. 4 ഇയേഴ്സ് കൊണ്ട് അത് എത്ര രൂപയാകും? 650 റുപ്പീസ് ആകും. എങ്കിൽ സം കണ്ടുപിടിക്കാൻ. എന്താണ്? 2 എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ. ഇതേപോലെ തന്നെ നമ്മൾ കോമ്പൗണ്ടിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. സിമ്പിളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 3 വർഷം കൊണ്ടത് 550 ആയി, 4 വർഷം കൊണ്ടത് 650 ആയി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുന്നത്, ഇവിടെ നിങ്ങൾ വർഷങ്ങളുടെ ഡിഫറൻസ് എടുത്തേ, ഇവിടെ എത്ര? 1 ഇയർ അല്ലെ. അപ്പം ഇവിടെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുത്തേ, എത്ര വരും? 650 മൈനസ് 150 എന്ത് വരും? 100 അല്ലെ. ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഇവിടത്തെ ഗ്യാപ്പ്, ഈ വർഷങ്ങളുടെ ഗ്യാപ്പ് 1 ഇയർ എന്നല്ലേ കിട്ടിയത്. 1 ഇയറിന്റെ ഇൻട്രസ്റ്റ് ആണ് ഈ 100 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾ 100 എന്ന് അസ്യൂം ചെയ്യുന്നു. റേറ്റ് 10%. ഇനി n ഈക്വൽ ടു 1 ആണെങ്കിൽ, 1 ഇയർ ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് 10 റുപ്പീസ് നമ്മൾ നേരത്തെ ചെയ്തല്ലായിരുന്നോ? 100 into 10 into 1/100 10 റുപ്പീസ് എന്ന് കിട്ടും. അപ്പൊ എമൗണ്ട് എത്രയായി? 110 ആയി അല്ലെ. 110 ആയി. അടുത്ത രണ്ടാമത്തെ വർഷം എത്ര ആവും? അവിടെ എമൗണ്ട് 120 ആകും. അതായത് ഇൻട്രസ്റ്റ് 20 വരും, എമൗണ്ട് 120 ആകും. എന്ന് വെച്ചാൽ 10 രൂപയും കൂടി. അതായത് ഒരു വർഷം കൂടിയപ്പം എന്താ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആയ 10 രൂപയും കൂടെ കൂടി അല്ലെ. ഇനി n ഈക്വൽ ടു 3 ആണെങ്കിൽ ഇവിടെ എമൗണ്ട് 130 ആയിരിക്കും. എന്ന് വെച്ചാൽ 2 വർഷം കൂടിയപ്പം 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആയ 20യും കൂടെ കൂടി അല്ലെ. അപ്പൊ അതേപോലെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുന്നത് ഈ എത്ര വർഷത്തെ ഡിഫറൻസ് ആണോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഇവിടെ നമ്മൾ ഇതേപോലെ ഇത്ര വർഷത്തെ ഒരു എമൗണ്ട് വേറെ ഒരു വർഷത്തെ എമൗണ്ട് തന്നാൽ ഇവിടെ വർഷങ്ങളുടെ ഡിഫറൻസ് എടുക്കുക. എത്ര? അത് ഇവിടെ കിട്ടിയത് 1 ഇയർ. ഇനി അവിടെ 2 ആണെങ്കിൽ നമ്മൾ പറയും 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് അവിടുത്തെ ആ ഡിഫറൻസ് എന്ന് പറയണം. ഓക്കെ, അത് ഏതാണോ ക്വസ്റ്റ്യൻ അനുസരിച്ച്. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന എന്താ? ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? 100 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷത്തെ ഇൻട്രസ്റ്റ് വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ. കാരണം എന്താ? എല്ലാ വർഷവും
സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ് അല്ലെ. ഇപ്പൊ 1 വർഷത്തെ 100 ആണെങ്കിൽ അടുത്ത 2 വർഷമാകുമ്പോൾ അത് 200 ആണ്, 3 വർഷമാണെങ്കിൽ അത് 300 ആണ്, അങ്ങനെ പോകും അല്ലെ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? സം കണ്ടുപിടിക്കണം. നമുക്കറിയാം സം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞുണ്ടായോ, എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക അല്ലെ. അതായത് എ ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് എന്നുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നോ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പിൾ ഈക്വൽ ടു എമൗണ്ട് മൈനസ് ഇൻട്രസ്റ്റ് അല്ലെ. എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളുടെ 3 വർഷത്തെ എമൗണ്ട് ഉള്ളതെങ്കിൽ അതിൽ നിന്ന് 3 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കണം. ക്ലിയർ ആണോ? ഇനി നമ്മുടെ 4 വർഷത്തെ എമൗണ്ട് ആണ് നമ്മുടെ ഉണ്ടെങ്കിൽ 4 വർഷത്തെ എമൗണ്ട് കുറയ്ക്കണം. അതായിരിക്കും പ്രിൻസിപ്പിൾ. ഇത് ഏത് ചെയ്താലും ഒരേ പ്രിൻസിപ്പിളേ കിട്ടത്തുള്ളൂ അല്ലെ. അതായത് 3 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 3 വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടും. അതേപോലെ 4 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 4 വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴും നമുക്ക് പ്രിൻസിപ്പിൾ. അത് ഏത് ചെയ്താലും ഒരേ ആൻസറേ വരുത്തുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ എത്രയൊക്കെയാ ഉള്ളത്? 3 വർഷത്തെ എമൗണ്ട് ഉണ്ട് നമ്മുടെ അല്ലെ, 550. ആ 3 വർഷത്തെ എമൗണ്ടിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 3 വർഷത്തെ ഇൻട്രസ്റ്റ് കുറച്ചാലാണ് നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 1 വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്. 1 വർഷത്തെ ഇൻട്രസ്റ്റ് 100 ആണെങ്കിൽ 3 ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 100 × 3 അല്ലെ, 300 ആയിരിക്കും. ക്ലിയർ ആണോ? സോ 550യിൽ നിന്ന് 300 മൈനസ് ചെയ്താലാണ് നമ്മുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് സമ്മ് കിട്ടുന്നത്. ഓക്കെ ആണോ? 250. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി 250. അപ്പം ഇന്നത്തെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഇതേപോലെ 3 ഇയേഴ്സ് 550, 4 ഇയേഴ്സ് 650 എന്ന് തന്നാൽ, എമൗണ്ടുകൾ തന്നാൽ ഇയേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, അത്രയും വർഷത്തെ ഇവിടെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുക, എന്തുവരും? അതായിരിക്കും. അതായത് ഇവിടെ വർഷങ്ങളിൽ എത്ര ഗ്യാപ്പ് വന്നോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ എത്ര വർഷത്തെ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ 550യിൽ നിന്ന് 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ മൈനസ് ചെയ്ത് അല്ലെ, 300. എന്ത് ചെയ്യുമ്പോഴും 250 കിട്ടിയില്ലായിരുന്നോ? ഇനി അതേപോലെ ഈ 4 വർഷത്തെ എമൗണ്ടിൽ നിന്നാണെങ്കിലോ 4 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കണം അല്ലെ. 650യിൽ നിന്ന് 400 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 250 കിട്ടുന്നത്. ഏത് രണ്ടും ഒരേ ആൻസർ അല്ലേ വന്നത്? ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു പോയിന്റ്, ഈ 2 പോയിന്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് amounts to ₹1260 in 2 years and to ₹1350 in 5 years. Find the rate percent. അതായത് 5 ഇയേഴ്സിൽ എത്ര കിട്ടി? 1350. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ എടുക്കണ്ടേ? ഇവിടെ വർഷങ്ങളുടെ ഡിഫറൻസ് എടുക്കുക. എത്ര? 5ഉം 2ഉം ഡിഫറൻസ് എത്ര വരും? 3 വരും. ഇനി ഇവിടെ നമ്മുടെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുക. എഴുത്തേ 1350 മൈനസ് 1260 എന്ത് വന്നു? 90 എന്ന് വന്നു അല്ലേ. ഓക്കെ, 90 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയേക്കുന്ന എന്താ? ഇൻട്രസ്റ്റ് ഫോർ 3 ഇയർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 90 എന്ന് കിട്ടി അല്ലെ. നേരത്തെ 1 ആയിരുന്നു, അതുകൊണ്ട് 1 ഇയറിലെ കിട്ടി. ഇവിടെ 3 ആണ് ഡിഫറൻസ്. സോ 3 ഇയറിലെ ഡിഫറൻസ് 90 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 ഇയറിലെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 90/3 30 കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന ഇവിടെ റേറ്റാ. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ കയ്യിൽ 2 വർഷത്തെ എമൗണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ 2 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 2 വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടും അല്ലെ. 1260യിൽ നിന്ന് നോക്കിയേ, 1 വർഷത്തെ ഇൻട്രസ്റ്റ് 30 ആണ് എങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയർ എന്തായിരിക്കും? 30 × 2 60. ഓക്കെ, സോ 1260യിൽ നിന്ന് 60 കുറയ്ക്കുക. അപ്പൊ എന്തുവരും? 1200. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടി. പക്ഷെ അതല്ല ഇവിടെ ചോദ്യം, നമ്മൾ റേറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കിയേ, 1 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഏതൊരു വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്. ഇനി I = PNR-നകത്തിട്ട് R കണ്ടുപിടിച്ചാൽ പോരായോ? ക്ലിയർ ആണോ? I = PNR/100 അല്ലെ. അതിൽ നിന്ന് ആറിന്റെ ഇക്വേഷൻ എഴുതിയേ, I × 100/P × N. നമ്മൾ ഓൾറെഡി കുറെ നേരം എഴുതിയല്ലേ, അപ്പൊ എഴുതാൻ അറിയാമല്ലോ. I × 100/P
പി ഇൻറ്റു എൻ ആണ് 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദറ്റ് ഈസ് ആർ ഈക്വൽ ടു ഐയുടെ വാല്യൂ എത്ര, നമ്മൾ ഏതാണോ എടുക്കുന്നത്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഞാൻ 30 എടുക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് 30 ഇട്ടാൽ വർഷം അവിടെ 1 ഇട്ടോണം. നിങ്ങൾ 90 എഴുതുന്നെങ്കിൽ വർഷം അവിടെ 3 ഇട്ടോണം. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഐ എത്ര വരും? 30 ഇൻറ്റു 100 ബൈ പി എത്രയാണ്? പി നമ്മളിവിടെ കണ്ടുപിടിച്ചു 1200. 1200 ഇൻറ്റു എൻ എത്ര? ഞാൻ എത്ര വർഷത്തെ ഇൻട്രസ്റ്റ് എഴുതിയിരിക്കുന്നു? 1 വർഷത്തെ ഇൻട്രസ്റ്റ് എഴുതുക, അതുകൊണ്ട് എൻ 1. ഓക്കെ, സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തേ. 0 0 കട്ട് ചെയ്തു. ദെൻ എന്താ വന്നേ? 30 ബൈ 12 അല്ലെ? 6 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 2 ആയി. ദാറ്റ് ഈസ് 2.5%. ഓപ്ഷൻ സി 2.5%. ക്ലിയർ അല്ലേ? ഇപ്പൊ നവോദയയുടെ എക്സാം ഫെബ്രുവരിയിൽ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഫെബ്രുവരി 8 നിങ്ങളുടെ എക്സാം. നമ്മൾ നിങ്ങളുടെ നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 60 ഡേയുടെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ലൈവ് ക്ലാസ്സുകളും, അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പും എല്ലാ പ്രോഗ്രാമും ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അതിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.